നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോകപ്പിലെ ഡാനിഷ് പടയെ സ്ലൊവേനിയ സമനിലയിൽ കുരുക്കിയിരിക്കുന്നു. ആദ്യം ലീഡെടുത്തതിന് ശേഷമാണ് ഡെൻമാർക്ക് കളിയിലെ സമനിലയിലേക്ക് വീണുപോയത്. 1-1 സമനില. ക്രിസ്ത്യൻ എറിക്സൺ ആണ് ഡെൻമാർക്കിനായിട്ട് ഗോൾ അടിച്ചതെങ്കിൽ സ്ലൊവേനിയയുടെ ഗോൾ എൻസയുടെ വകയായിരുന്നു. മത്സരത്തിൽ യഥാർത്ഥത്തിൽ ആധിപത്യം പുലർത്തിയത് ഡെൻമാർക്കായിരുന്നു. പക്ഷേ ഈ ഒരു റിസൾട്ട് 1-1 റിസൾട്ട് അവർക്കത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കളിയിൽ ഡെൻമാർക്കിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കളിക്കാനിറങ്ങിയത് ഹോയ്ലൻഡും വിൻഡും എറിക്സനും ഒക്കെ ഒരുമിച്ചാണ്. മറുഭാഗത്ത് സെസ്കോയും സ്പൊഴാറും ചേർന്നുകൊണ്ടാണ് സ്ലൊവേനിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 17-ാമത്തെ മിനിറ്റിൽ ഒരു ക്വിക്ക് ത്രോയിനെ തുടർന്ന് വന്ന പന്ത് വിൻഡ് എറിക്സണിലേക്ക് കൊടുക്കുന്നു. എറിക്സൺ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഡെൻമാർക്കിനെ മുന്നിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 77-ാമത്തെ മിനിറ്റിലാണ് സ്ലൊവേനിയയുടെ ഗോൾ പിറക്കുന്നത്. ഒരു കോർണറിനെ തുടർന്നാണ് ആ ഒരു ഗോളിനുള്ള അവസരം വരുന്നത്. ഹെഡ് ചെയ്ത് അകറ്റിയതാണ്, പക്ഷേ എൻസയിലേക്ക് പന്തെത്തുന്നു. അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. 1-1 സമനിലയിൽ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് സിയിൽ ഏതായാലും മത്സരം മുറുകും എന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ട് സെർബിയയെ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഡെൻമാർക്ക്, സ്ലൊവേനിയ എന്നിവർക്ക് ഓരോ പോയിന്റ്. ഇംഗ്ലണ്ടിന് ഈ മത്സരം വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ആദ്യഘട്ടത്തിൽ 1-ാം സ്ഥാനത്തേക്ക് കയറാനുള്ള സുവർണാവസരം വന്നിരിക്കുകയാണ്. കാത്തിരിക്കാം അടുത്ത പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.